ആഗോള രാഷ്ട്രീയത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇറാനിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ ലോകത്തെ ഒന്നടങ്കം അമ്പരപ്പിക്കുകയാണ്. മുൻ പരമോന്നത നേതാവ് അലി ഖമേനിയുടെ മരണത്തിനുശേഷം ഇറാന്റെ ഭരണം ഏറ്റെടുത്ത അദ്ദേഹത്തിന്റെ മകൻ മൊജ്തബ ഖമേനി എവിടെയാണ്? അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികൾ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മൊജ്തബ ഖമേനി ഇപ്പോൾ ഒരു അതീവ രഹസ്യ ഭൂഗർഭ ബങ്കറിലാണ് കഴിയുന്നത്. അവിടെയിരുന്നാണ് അദ്ദേഹം ഇറാന്റെ നിർണായകമായ യുദ്ധതീരുമാനങ്ങളും ഭരണവും നിയന്ത്രിക്കുന്നത്. യുഎസ്-ഇസ്രായേൽ സഖ്യം നടത്തിയ അതിശക്തമായ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി വ്യോമാക്രമണത്തിലാണ് മുൻ നേതാവ് അലി ഖമേനി കൊല്ലപ്പെടുന്നത്. ആ ആക്രമണത്തിൽ പരിക്കേറ്റ പുതിയ നേതാവ് മൊജ്തബ ഖമേനി പിന്നീട് പൂർണ്ണമായും അദൃശ്യനാകുകയായിരുന്നു. ശത്രുക്കളുടെ ഭാഗത്തുനിന്നുള്ള വധശ്രമങ്ങൾ ഭയന്ന് ടെഹ്റാനിലെ മലനിരകൾക്ക് താഴെയുള്ള ആർക്കും തകർക്കാൻ കഴിയാത്ത അത്യാധുനിക ബങ്കറുകളിലേക്ക് ഇറാന്റെ പുതിയ യുദ്ധകാല നേതൃത്വം മാറിയിരിക്കുകയാണ്. മൊബൈൽ ഫോണുകളോ ഇന്റർനെറ്റോ പോലുള്ള യാതൊരുവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മൊജ്തബ ഖമേനി ഉപയോഗിക്കുന്നില്ല. ശത്രുക്കൾ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി പൂർണ്ണമായും ഇലക്ട്രോണിക്സ് ആശയവിനിമയങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു. പകരം കൈപ്പടയിൽ എഴുതിയ രഹസ്യ സന്ദേശങ്ങളും വിശ്വസ്തരായ ദൂതന്മാരുടെ ഒരു വലിയ ശൃംഖലയും വഴിയാണ് അദ്ദേഹം നിർദ്ദേശങ്ങൾ കൈമാറുന്നത്. ഇറാന്റെ സ്വന്തം ക്യാബിനറ്റ് മന്ത്രിമാർക്കോ ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥർക്കോ പോലും ഈ ബങ്കറുകൾ എവിടെയാണെന്നോ പുതിയ നേതാവ് എവിടെയാണെന്നോ കൃത്യമായ അറിവില്ല. യുഎസും ഇറാനും തമ്മിലുള്ള അതീവ നിർണായകമായ നയതന്ത്ര ചർച്ചകളെപ്പോലും ഈ ആശയവിനിമയ താമസം ബാധിക്കുന്നുണ്ടെന്നാണ് യുഎസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഒസാമ ബിൻ ലാദൻ പണ്ടുപയോഗിച്ചതിന് സമാനമായ അതീവ രഹസ്യമായ അതിജീവന തന്ത്രങ്ങളാണ് മൊജ്തബയും ഇവിടെ പയറ്റുന്നത്. പുറം ലോകവുമായി വലിയ ബന്ധമില്ലെങ്കിലും ഇറാന്റെ കരുത്തുറ്റ സൈനിക വിഭാഗമായ റവല്യൂഷണറി ഗാർഡ്സിന്റെ IRGC പൂർണ്ണ പിന്തുണയോടെയാണ് അദ്ദേഹം ഈ നിഴൽഭരണം മുന്നോട്ടു കൊണ്ടുപോകുന്നത്. മിസൈൽ സിറ്റികളും അത്യാധുനിക ലോഞ്ചറുകളും അടങ്ങുന്ന ഇറാന്റെ ഭൂഗർഭ സാമ്രാജ്യത്തിൽ നിന്നുകൊണ്ട് മൊജ്തബ ഖമേനി നടത്തുന്ന നീക്കങ്ങൾ മിഡിൽ ഈസ്റ്റിനെ എങ്ങോട്ടാണ് നയിക്കുക എന്നത് കണ്ടുതന്നെ അറിയണം.